ഇന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളത് വളരെ നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഇന്ന് മിക്ക പ്രൈവറ്റ് ലീഡിംഗ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ചികിത്സ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണെങ്കിലും നമ്മുടെ അസറ്റുകളാണെങ്കിലും നമ്മൾ സെല്ല് ചെയ്ത് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങളുടെ പലരുടെയും പോലെ തന്നെ ഒരു NRI ആയിട്ടുള്ള ഞാനും ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് റിന്യൂ ചെയ്തത്. അപ്പോൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, കേരള ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുള്ള നോർക്ക കെയർ പ്ലസ് പദ്ധതി അതുണ്ടായിരുന്നു. ഒരു സൈഡിൽ എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തമ്മിൽ ഞാനൊരു കമ്പാരിസൺ സ്റ്റഡി നടത്തി. ഇതിൽ ഏതാണ് മികച്ചത്, ഏതാണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നതെന്നാണ്. ആ സ്റ്റഡിയിലൂടെ ഞാൻ കണ്ടെത്തിയിട്ടുള്ള 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാനൊരു കീ പോയിന്റും കൂടി എന്താണ് ഈ ഇൻഷുറൻസുകൾ തമ്മിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്. 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് റൂം റെൻറ്റ് ലിമിറ്റ്. ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് ഒരു സൈഡിലുള്ളത് എൻ്റെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലുള്ള പോളിസി ഡോക്യുമെൻറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടാണ്. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സെക്ഷൻ 3.1 പ്രകാരം എൻ്റെ പോളിസി ഡോക്യുമെൻറ്റിൽ എനിക്ക് റൂം റെൻറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിലൊക്കെ കാണുന്നുണ്ട്. ഈ റൂം റെൻറ്റ് ലിമിറ്റ് അറ്റ് ആക്ച്വൽസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ പലർക്കും നോ ലിമിറ്റ് എന്നും എഴുതിയിട്ടുണ്ടാവും. ആക്ച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ എനിക്ക് റൂമിന് ചിലവ് വരുന്നത് ആ ഫുൾ എക്സ്പെൻസ് ഇൻഷുറൻസ് കമ്പനി വഹിക്കും. ഞാൻ 1 രൂപ പോലും കൊടുക്കണ്ട എന്നർത്ഥം. ഇനി അതർ സൈഡിലോട്ട് വന്നാൽ നോർക്ക കെയർ പ്ലസ് ഉണ്ട്. നോർക്ക കെയർ പ്ലസ്സിലുള്ളത് നോർമൽ റൂമിനാണെങ്കിൽ, അത് സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് എടുക്കുന്നതെങ്കിൽ 5,000 റുപ്പീസ് പെർ ഡേ കൊടുക്കും. അത് ICU ആണെങ്കിൽ 10,000 റുപ്പീസും കൊടുക്കും. അതായത് നിങ്ങളിപ്പോൾ നാളെ പോയി ഒരു ഡീലക്സ് റൂമോ സൂപ്പർ ഡീലക്സ് റൂമോ ഒക്കെ എടുത്തു, അവിടെ റൂമിന് 15,000 20,000 ഒക്കെ വന്നു കഴിഞ്ഞാൽ 5,000 രൂപയെ നോർക്ക കെയർ പ്ലസ് തരുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു 15,000 റൂം എടുത്താൽ ബാക്കി 10,000 നിങ്ങൾ അടക്കേണ്ടി വരും. ICU ആണെങ്കിലും അങ്ങനെ തന്നെ. ഇന്ന് 10,000 ഒന്നുമല്ല നോർമലി ഒരു ICUവിൻ്റെ ചാർജ്. അത്യാവശ്യം നല്ല ഹോസ്പിറ്റലിൽ നല്ല ചാർജസ് ഉണ്ട്. അപ്പോൾ 10,000 നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ അടക്കേണ്ട അവസ്ഥയാണ്. എൻ്റെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ എനിക്ക് ICUവിനൊന്നുമില്ല, റൂമിനൊന്നുമില്ല. ഏത് കാറ്റഗറി ഞാൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫുൾ ക്യാഷ്, അതിപ്പോൾ 25,000 പ്രീമിയം സൂട്ട് എടുത്തു കഴിഞ്ഞാലും ഈ ഇൻഷുറൻസ് കമ്പനി അത് അടക്കണം എന്നുള്ളതാണ് എൻ്റെ പോളിസിയിൽ എടുത്തിട്ടുള്ളത്. ഞാനിത് 50 ലാക്സിൻ്റെ പോളിസിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഏറ്റവും മുകളിൽ കാണാം 50 ലാക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്. ഇത് നമുക്കറിയാം, ഇന്നത്തെ മോഡേൺ ട്രീറ്റ്മെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ രാവിലെ പോയി ചികിത്സ നടത്തി വൈകുന്നേരം വീട്ടിലോട്ട് വരാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ തങ്ങണമെന്നില്ല, അതായത് 24 hours ഹോസ്പിറ്റലൈസ്ഡ് ആവണമെന്നില്ല എന്നർത്ഥം. ഇപ്പോൾ ഹെർണിയക്ക് ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് സർജറി ആണെങ്കിലും അല്ലെങ്കിൽ തിമിരത്തിന് ചെയ്യുന്ന കാട്രാക്ട് സർജറികളൊക്കെ ആണെങ്കിലും നമുക്ക് രാവിലെ പോയി വൈകുന്നേരം വരാം. അവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നില്ല, പക്ഷെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. അതാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ഞാൻ എടുത്തിട്ടുള്ളതിൽ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഇവിടെ കാണാൻ പറ്റും സെക്ഷൻ. ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എനിക്ക് കവേർഡ് അപ് ടു സം ഇൻഷുർഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഞാൻ എത്ര രൂപക്ക് ചികിത്സ നടത്തി കഴിഞ്ഞാലും എനിക്ക് 50 ലക്ഷം വരെയുള്ള എമൗണ്ടിന് ആ ഒരു ദിവസം ചികിത്സ നടത്താമെന്നർത്ഥം. എന്നാൽ നോർക്ക കെയർ പ്ലസ് പോളിസിയിൽ ഈ ഫീച്ചർ ഇല്ല എന്നർത്ഥം. അതായത് നമ്മൾ 24 മണിക്കൂർ എങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കണം. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നേസൽ പോളിപ്പ് സർജറി എന്ന് പറയും, അത് മൂക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ENTയിൽ ചെയ്യുന്ന ഒരു സർജറിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ രാവിലെ പോകുന്നു, നമ്മൾ ചെയ്യുന്നു, വീട്ടിലോട്ട് വരുന്നു. ഇങ്ങനെയുള്ള സർജറികൾ ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നോർക്ക കെയർ പ്ലസ് അതിൻ്റെ ക്യാഷ് തരൂല, അഡ്മിഷൻ എടുത്താൽ മാത്രമേ തരുള്ളൂ. ഇനി വരുന്ന മൂന്നാമത്തെ ഫീച്ചറാണ് ഹോം ഹെൽത്ത് കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ന് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ ചികിത്സിക്കണമെന്നില്ല. ചില മൈനർ ആയിട്ടുള്ള കേസുകൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡോക്ടറുടെ കൃത്യമായ പ്രിസ്ക്രിപ്ഷനും കൃത്യമായ അഡ്വൈസും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചില ചികിത്സകൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഒരു സപ്പോർട്ട് വേണം.
നമുക്ക് ഓക്സിജൻ ആൾക്ക് ഇടയ്ക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് വരുന്ന സമയത്ത് ഓക്സിജൻ സപ്ലൈ കൊടുക്കണം, അതിന് ഓക്സിജൻ സിലിണ്ടർ വാങ്ങിക്കണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു എക്യുപ്മെൻറ്റ്സും നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതിന് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കണമെന്നില്ല, കാരണം അത് ഹോസ്പിറ്റലിന് പുറത്തും ചികിത്സിക്കാൻ പറ്റുന്നതാണ് ഡോക്ടർ അഡ്വൈസബിൾ ആണെങ്കിൽ. ഇങ്ങനത്തെ കേസുകൾ നമ്മൾ വീട്ടിൽ നിന്ന് മാത്രം നമ്മുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ചികിത്സകൾക്കുള്ള ക്യാഷ് നമ്മുടെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ എൻ്റെ സെക്ഷൻ 3.2 ഹോം ഹെൽത്ത് കെയർ എന്ന് എഴുതിയിട്ടുണ്ട്. അത് കവേർഡ് അപ് ടു സം ഇൻഷുർഡ്, എത്രയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അത്രയും നമുക്ക് ലഭിക്കും. ഈ ഹോം ഹെൽത്ത് കെയർ ട്രീറ്റ്മെൻറ്റ്സ് നോർക്ക കെയർ പ്ലസ്സിൽ ഇൻക്ലൂഡഡ് അല്ല, അതായത് അത് കവർ ചെയ്യില്ല എന്നർത്ഥം. ഇനി നാലാമതായിട്ട് വരുന്നതാണ് ആയുഷ് ട്രീറ്റ്മെൻറ്റ്. ഇന്ന് പല ആളുകളും ആയുർവേദിക് ട്രീറ്റ്മെൻറ്റുകൾ ഒരുപാട് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കാരണം അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ മറ്റേതുള്ള അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്. അപ്പോൾ ആയുർവേദിക് ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആയുർവേദിക് ഹോസ്പിറ്റൽ, ഇപ്പോൾ കോട്ടക്കൽ ആയുർവേദശാല വളരെ ഫേമസ് ആണ്. ഇപ്പോൾ വളരെ ഒരുപാട് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ഒരുപാട് രീതികളിലുള്ള മാറാസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഹോസ്പിറ്റൽ കൂടിയാണ്. അപ്പം ഇങ്ങനത്തെ ആയുഷ് ട്രീറ്റ്മെൻറ്റുകൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ ആ ഫീച്ചർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏത് ഇൻഷുറൻസ് ആണെങ്കിലും അതിലുണ്ടായിരിക്കണം. ഇപ്പോൾ എൻ്റെ ഇൻഷുറൻസിൽ അപ് ടു സം ഇൻഷുർഡ് ആയുഷ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കവേർഡ് അപ് ടു സം ഇൻഷുർഡ്, നമ്മൾ എത്രയാണോ എമൗണ്ട് എടുത്തിട്ടുള്ളത്, എൻ്റെ കേസ് 50 ലക്ഷം വരെയുള്ള ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് പറ്റും. ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലായിരിക്കണം. നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് ഒരുപാട് ഹോസ്പിറ്റൽസുകൾ, ആയുർവേദിക് ഹോസ്പിറ്റലുകളും പല തെറാപ്പി കൊടുക്കുന്ന ഹോസ്പിറ്റൽസുകളുണ്ട്, എല്ലാം അപ്രൂവ്ഡ് അല്ല. പക്ഷെ അപ്രൂവ്ഡ് ആയിട്ടുള്ളതിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കാം. എന്നാൽ ഈ ആയുഷ് ട്രീറ്റ്മെൻറ്റ്, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോർക്ക കെയറിൽ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ് കാണാൻ സാധിച്ചത്. എവിടെയും അതിൻ്റെ പോളിസി ഡോക്യുമെൻ്റ് അത് മെൻഷൻ ചെയ്ത് കാണുന്നില്ല. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5th പോയിൻ്റാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു മേജറായിട്ടുള്ള ഒരു സർജറിക്ക് പോകേണ്ടിയായിട്ട് വന്നു. ആ സർജറിക്ക് മുന്നേ ആയിട്ട് നമുക്ക് ചില ബ്ലഡ് ടെസ്റ്റുകൾ, ചില ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റുകൾ, എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്ന ചില ടെസ്റ്റുകൾ നമ്മൾ സർജറിക്ക് മുന്നേ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അതിന് പ്രീ ഹോസ്പിറ്റലൈസ്ഡ്, ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നുള്ള ചികിത്സാ ചെലവ്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ഇപ്പോൾ ചില ആളുകൾക്ക് ചില ഓർത്തോപെഡിക് സർജറികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി പോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ റെക്കമെൻഡ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കണമെന്നില്ല, സർജറിക്ക് ശേഷം വീട്ടിൽ പോയിട്ട് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും 1-2 മാസ കാലഘട്ടം. അപ്പോൾ അതാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. എൻ്റെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ പ്രീ ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേയുള്ള 60 ദിവസത്തെ ചെലവും, അതാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. പ്രീ 60 ദിവസവും പോസ്റ്റ് 180 ദിവസം, അതായത് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ഉള്ള 60 ദിവസത്തെ ചികിത്സാ ചെലവും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നതിന് ശേഷമുള്ള 6 മാസത്തെ ചെലവും പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് വഹിക്കുമെന്നുള്ളതാണ്. എന്നാൽ നോർക്ക കെയർ പ്ലസ്സിൽ ഇത് നേരെ ഓൾമോസ്റ്റ് ഹാഫ് ആണെന്ന് പറയാം. 60 ഡേയ്സ് ഉള്ളത് നോർക്ക കെയർ പ്ലസ്സിൽ 30 ഡേയ്സേ ഉള്ളൂ. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 180 ദിവസം പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിലിട്ട് അത് നോർക്ക കെയർ പ്ലസിലോട്ട് വരുമ്പോൾ 60 ഡേയ്സ് ആണുള്ളത്. ഇനി 6th പോയിന്റ് കൺസ്യൂമബിൾ കവറേജ്. നമ്മൾ ഹോസ്പിറ്റലിൽ നഴ്സുമാരും ഡോക്ടർമാരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വൺ ടൈം ആയിട്ട് ഉപയോഗിച്ച് കളയുന്ന സംഗതികൾ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോട്ടൺ ക്ലോത്തുകൾ അവർ ഉപയോഗിക്കും, അതേപോലെ തന്നെ സർജറി റൂമിൽ ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, അതേപോലെ തന്നെ സ്റ്റെറിലൈസറുകൾ, ഇങ്ങനെ വൺ ടൈം ആയിട്ട് യൂസ് ചെയ്ത് കളയുന്ന തിങ്സ്. നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ നോർമലി 15% തൊട്ട് 20% വരെ നമ്മുടെ ബില്ലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഈ കൺസ്യൂമബിൾ ആയിരിക്കും. ഇപ്പോൾ കൺസ്യൂമബിൾ കവർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഫീച്ചറാണ്, കാരണം ഡയറക്റ്റായിട്ട് നമ്മൾ അഡ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ സെക്ഷൻ നമ്പർ 4.3 ഈ ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്റ്റ് ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇത് കവേർഡ് അപ് ടു സം ഇൻഷുർഡ്, അതായത് എത്രയാണോ ഞാൻ പോളിസി എടുത്തിട്ടുള്ളത് അത്രയും രൂപക്കുള്ള കൺസ്യൂമബിൾ എനിക്ക് കവർ ചെയ്യാം എന്നർത്ഥം. നോർക്ക കെയർ പ്ലസ്സിൽ അൺഫോർച്ചുനേറ്റ്ലി ഈ ഫീച്ചർ ഇല്ല. അതായത് ഇങ്ങനത്തെ സിറിഞ്ചുകളാണെങ്കിലും ഗ്ലൗസുകളാണെങ്കിലും കോട്ടൺ ക്ലോത്തുകളാണെങ്കിലും ഡോക്ടർമാർ സർജറി റൂമിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണെങ്കിലും ഇതൊക്കെ യൂസ് ആൻഡ് ത്രോ ഐറ്റംസ് ആണ്. ഇതിൻ്റെ ക്യാഷ് നോർക്ക കെയർ പ്ലസ് ചെയ്യില്ല. ബില്ലിൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ അടക്കേണ്ടി വരും. സോ കൺസ്യൂമബിൾ ഈസ് നോട്ട് കവേർഡ് ഇൻ നോർക്ക കെയർ പ്ലസ്. ഇനി 7th ഫീച്ചർ എന്ന് പറയുന്നത് സെക്യൂർ ബെനഫിറ്റ് ആണ്.
അത് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലും ഇല്ല, ചില ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ കാണാറുണ്ട്. അപ്പോൾ അത് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇവിടെ എന്താണ് സെക്യൂർ ബെനിഫിറ്റ് എന്ന് പറയാം. സെക്യൂർ എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം തന്നെ എന്താണ്? കുറച്ചും കൂടി സേഫ്റ്റി ആക്കി മാറ്റുക, സെക്യൂർ ആക്കി മാറ്റുക. അതായത് എൻ്റെ പോളിസി വെച്ചിട്ട് തന്നെ പറയാം, എനിക്ക് 50 ലക്ഷത്തിൻ്റെ കവറേജാണ് ഉള്ളത്. അപ്പോൾ 50 ലക്ഷത്തിൻ്റെ പോളിസി ഞാൻ എടുക്കുന്നതോടുകൂടി ഡേ 1 നെക്സ്റ്റ് ഡേ തൊട്ട് എനിക്ക് 1 CR കവറേജ് കിട്ടും. അതായത് എത്രയാണോ ഞാൻ പോളിസി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിൾ കവറേജ് എനിക്ക് ഇമ്മീഡിയറ്റ്ലി എനിക്ക് കിട്ടി തുടങ്ങുമെന്നർത്ഥം. അത് ശരിക്കും നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ 10 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ 20 ലക്ഷത്തിൻ്റെ കവറേജ് കിട്ടുന്നു. 25 ലക്ഷം എടുക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ 50 ലക്ഷത്തിൻ്റെ കവറേജ് കിട്ടുന്നു. നേരെ ഇരട്ടി തുകക്ക് കവറേജ് കിട്ടി തുടങ്ങുന്നു എന്നുള്ളതാണ്. എന്നാൽ നോർക്ക കെയർ പ്ലസിൽ ഈ ഫീച്ചേഴ്സ് ഇല്ല. എൻ്റെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ സെക്ഷൻ 4.5 ഇത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സെക്യൂർ ബെനിഫിറ്റ് ഇതിൽ പറയുന്നത് ഈക്വൽ ടു 100% ബേസ് സം ഇൻഷുർ, അതായത് 50 ലക്ഷം എടുത്താൽ 1 CR കവറേജ് വരെ കിട്ടുമെന്നർത്ഥം. നോർക്ക കെയർ പ്ലസിൽ ഇങ്ങനൊരു ഫീച്ചർ ഇല്ല. നിങ്ങൾ 50 ലക്ഷത്തിന് എടുത്താൽ 50 ലക്ഷം വരെ കിട്ടുള്ളൂ. 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷത്തിൻ്റെ കിട്ടുള്ളൂ. 10 ലക്ഷം 20ഉം 50 ലക്ഷം 1 CR ആകുന്ന ഒരു ഫീച്ചർ നോർക്ക കെയർ പ്ലസിൽ ഇല്ല എന്നുള്ളതാണ്. നോ സെക്യൂർ ബെനിഫിറ്റ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി 8ാമത്തെ ഫീച്ചർ, ഇതെനിക്ക് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് നമുക്ക് ഒരിക്കലും 50 ലക്ഷത്തിൻ്റെ 1 കോടിയുടെ ഒന്നും കവറേജുള്ള പോളിസി എടുക്കാൻ പറ്റണമെന്നില്ല. കാരണം അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു 10 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷത്തിൻ്റെ ഒക്കെ പോളിസി എടുക്കാൻ പറ്റുന്നവരായിരിക്കും മോസ്റ്റ്ലി സാധാരണക്കാർ. അങ്ങനെ വരുന്ന ഒരാൾക്ക് ഈ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് വേണം. ഇപ്പോൾ നമ്മളൊരു 10 ലക്ഷത്തിൻ്റെ പോളിസി ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ, ഫാമിലി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ആ 10 ലക്ഷത്തിൻ്റെ ഉള്ളിൽ ചികിത്സ നിന്നില്ല എങ്കിൽ 10 ലക്ഷത്തിൻ്റെ മുകളിലോട്ട് ഇത് കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചികിത്സ ഇപ്പോൾ ഒരു ഡോണർ ട്രാൻസ്പ്ലാന്റേഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മേജർ ട്രീറ്റ്മെൻറ്റ്സ് വരുന്ന സമയത്ത് ഈ 10 ലക്ഷം എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഒന്നുമല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഹൈ കോസ്റ്റ് കവർ ചെയ്യാനാണ് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ. നിങ്ങൾ 10 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷം പോളിസി കഴിഞ്ഞാൽ വീണ്ടും ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ തരുന്നു. അതും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരുന്നു. ഇത് സെയിം അസുഖമായിരിക്കാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് അസുഖമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചറാണ്. നമുക്ക് എത്ര ചെറിയ എമൗണ്ട് എടുത്തു കഴിഞ്ഞാലും ആ എമൗണ്ട്, ഏറ്റവും ചെറിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് അനുസ്യൂതമായിട്ടുള്ള ഒരു എമൗണ്ട് എടുക്കുക, അതിന് മേലെ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ആഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ആ എമൗണ്ട് തീർന്നു പോയാലും വീണ്ടും നമുക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. കുറച്ചൊരു മനസ്സമാധാനം ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ നോർക്ക കെയർ പ്ലസിൽ ഈ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഫീച്ചർ ഇല്ല. അതായത് നമ്മൾ 10 ലക്ഷത്തിന് എടുത്താൽ 10 ലക്ഷം ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ 15 ലക്ഷം വന്നാൽ ബാക്കി 5 ലക്ഷം നിങ്ങൾ അടക്കേണ്ടി വരും എന്നുള്ളതാണ്. എൻ്റെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് റീസ്റ്റോർ ചെയ്യപ്പെട്ടും ഞാനിതിന് വേണ്ടിയിട്ട് വേറെ അപ്ലിക്കേഷൻ കൊടുക്കുകയോ ഫോം കൊടുക്കുകയോ കമ്പനിക്കാരെടുത്ത് സംസാരിക്കുകയോ അങ്ങനത്തെ ഒരു വിഷയങ്ങളും ഇല്ല. എത്രയാണോ എനിക്ക് ഓൾറെഡി ഉള്ളത് അതിൻ്റെ 100% മീൻസ് അതിങ്ങനെ ഡബിൾ ആയിക്കൊണ്ടിരിക്കും. ഓരോ സമയത്തും ഞാൻ ഈ 50 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് അടുത്ത 50 ലക്ഷം കിട്ടും. അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് 50 ലക്ഷം വെച്ച് കിട്ടും. അതാണ് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണത്. ഇനി 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് പീരീഡ് ആണ്. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് അല്ലാത്ത വേറെ ഏത് കേസ് വന്നു കഴിഞ്ഞാലും നമുക്ക് 30 ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ക്ലെയിമുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിലുണ്ട്. ഇനി നിങ്ങൾക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഒരുപാട് അസുഖങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കാറ്റഗറിയിലുള്ള അസുഖങ്ങളാണെങ്കിൽ 24 മാസം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. ചില പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾ ഉണ്ടായിരിക്കും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക്സ്, BP, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, ഇതേപോലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ചികിത്സ എടുക്കാൻ പറ്റുന്നത് 36 മന്ത്സ്, അതായത് 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഡയബറ്റിക്സ് ഉണ്ട്. നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയബറ്റിക്സ് ഉണ്ട്. നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞിട്ട് ഡയബറ്റിക്സ് കാരണം കണ്ണിന് തിമിരത്തിൻ്റെ അസുഖം വന്നു. നിങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഒരു ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡയബറ്റിക്സ്
കാണിച്ചിട്ടാണ് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. ആദ്യത്തെ 36 മാസം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യില്ല. 36 മാസം കഴിഞ്ഞിട്ടായിരിക്കും അത് കവർ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ 2 വർഷം തൊട്ട് 3 വർഷം വരെ ഉണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഈ കേസസിൽ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് പെട്ടെന്ന് പുറത്ത് കടക്കാൻ പറ്റും. എന്നാൽ നോർക്ക കെയർ പ്ലസിനകത്തോട്ട് വരുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് അവിടെ വെയിറ്റിംഗ് പീരീഡ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഇന്ന് എടുത്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് നാളെ തൊട്ട് തന്നെ നമുക്ക് ക്ലെയിമിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. 10th പോയിന്റ്, എല്ലാവരും മോസ്റ്റ്ലി നോക്കുന്നത് എന്തൊക്കെ ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒറ്റ കാര്യത്തിലോട്ടായിരിക്കും, കോസ്റ്റ്. ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിൾ തന്നെ കാണിക്കാം. എൻ്റെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ എൻ്റെ പേരാണ് ഇവിടെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്, ജഷീർ അലി പറവത്ത്. ഇതിൽ എൻ്റെ വൈഫിൻ്റെ പേര് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുന്നു, അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് തന്നെ. കുട്ടികളുടെ പേര് കിഡ് 1ഉം കിഡ് 2. അപ്പോൾ എനിക്ക് 2 മക്കളാണ് ഉള്ളത്, ഒരാൾക്ക് 9 വയസ്സും ഒരാൾക്ക് 6 വയസ്സും. ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 12,301, വൈഫിൻ്റെത് 5,427. കാരണം ഞാൻ ഫാമിലി പ്ലാനാണ് എടുത്തിട്ടുള്ളത്, ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ. എൻ്റെ ഫാമിലിക്ക് മൊത്തം കുട്ടികൾക്ക് 3,880, ചെറിയ കുട്ടിക്ക് 3,717 ടോട്ടലായിട്ട് കൂട്ടി. ഈ കഴിഞ്ഞ മാസം ഞാൻ ഇൻഷുറൻസ് റിന്യൂ ചെയ്തപ്പോൾ ഞാൻ അടച്ച തുക എന്ന് പറയുന്നത് 25,325 രൂപയാണ്. എല്ലാവർക്കും അറിയാം GST എന്ന് പറഞ്ഞ സംഭവം ഇല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ എമൗണ്ട് വന്നത് 25,325 എൻ്റെ ഫാമിലിക്ക്, ഹസ്ബൻഡും വൈഫും 2 കുട്ടികളും അടങ്ങുന്ന ഫാമിലിക്ക് ഞാൻ അടച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഇതേ സംഭവം ഞാൻ നോർക്ക കെയർ പ്ലസിലോട്ട് പോയി നോക്കിയപ്പോൾ എനിക്ക് അവിടെ വന്ന കോസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സെൽഫ് സ്പൗസ് 2 കുട്ടികൾ, സെൽഫ് സ്പൗസ് 2 കുട്ടികൾ, ഇത് ചേർന്ന് വരുന്ന തുക എന്ന് പറയുന്നത് 40,298. അപ്പോൾ ഈ 40,298 രൂപ ഇവിടെ വരാനുള്ള ഒരു കാരണം, മറ്റത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കുറയാനുള്ള കാരണം, ഈ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു NRI ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ടോട്ടൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാണാൻ പറ്റും. ഇവിടെ എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, ഇവിടെ എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, ഇവിടെ എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, ഇവിടെ എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് ഞങ്ങൾ 4 പേർക്കും NRI ഡിസ്കൗണ്ട് ലഭിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 4 പേർക്കും NRI ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് NRIs ആണെങ്കിൽ NRI ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പോൾ NRI ഡിസ്കൗണ്ട് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഈ തുക 25,325 നിർത്താൻ സാധിച്ചത്. അപ്പോൾ NRI ആണെങ്കിൽ ആ NRI ഡിസ്കൗണ്ട് എടുക്കാനും മറക്കരുത്. ഇനി നിങ്ങൾ നോർക്ക കെയർ പ്ലസിലാണെങ്കിൽ നിങ്ങൾക്ക് NRI ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ തുക എന്ന് പറയുന്നത് 40,298 രൂപീസ് ആകും. ഞാൻ പറഞ്ഞ പോലെ ഞാൻ എടുത്തിട്ടുള്ളത് 50 ലക്ഷത്തിൻ്റെ പോളിസിയാണ്. ആ 50 ലക്ഷത്തിന് നോർക്കിൽ 40,000, പ്രൈവറ്റിൽ എനിക്ക് 25,000 വന്നിട്ടുള്ളത്. ഇനി ഈ നോർക്ക കെയർ പ്ലസിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടി പറയാം. ഇതിൽ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസും കൂടി ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് സംഭവിച്ച് നിങ്ങൾക്ക് പെർമനൻറ്റ് ഡിസബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജോലിക്ക് ഒന്നിനും പോവാതെ നിങ്ങൾ ഫുള്ളി ബെഡ് റെസ്റ്റ് ആയി കഴിഞ്ഞാലും, നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ 50 ലക്ഷം തുക അവർ തിരിച്ചു തരുമെന്നുള്ളതാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഡിസബിലിറ്റി. ആ ഒരു ഫീച്ചറും കൂടി GPA എന്ന പേരിൽ അറിയപ്പെടും, അതുകൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് കൂടാതെ ഇതും കൂടി ഇതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് ആ ഫീച്ചർ ഇല്ല, നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാൻ പേഴ്സണലി അത് ആഡ് ചെയ്തിട്ടില്ല ഈ ഫീച്ചർ, കാരണം ഇത് ഓൺലി ഫോക്കസ്ഡ് ഓൺ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന പെർസ്പെക്റ്റീവിലാണ് അത് എടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കീ ഫീച്ചേഴ്സും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആദ്യമായിട്ട് പറയുന്നത് ഓണർഷിപ്പ്. ഇതിൻ്റെ ഈ പോളിസി എടുക്കുമ്പോൾ ഇതിൻ്റെ ഓണർ ആരാന്നുള്ളതാണ്. ശ്രദ്ധിക്കണം, നോർക്ക കെയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് പോളിസിയാണ്. അതായത് നിങ്ങളല്ല ആ പോളിസി ഓൺ ചെയ്യുന്നത്, ആ പോളിസിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറയുന്നത് നോർക്ക റൂട്ടാണ്. ആ നോർക്ക റൂട്ട് എന്ന് പറയുന്ന വളരെ വലിയൊരു അംബർലക്ക് താഴെ ഒരുപാട് NRIs വരും. അതാണ് ഗ്രൂപ്പ് പോളിസി എന്ന് പറയുന്നത്. എന്നാൽ പ്രൈവറ്റ് പോളിസി ഈസ് ഫുള്ളി ഓൺഡ് ബൈ യു. നോർക്ക ഈസ് നോട്ട് ഓൺഡ് ബൈ യു. നിങ്ങളുടെ അല്ല അതിൻ്റെ ഓണർഷിപ്പ്, അത് നോർക്കയുടെ കയ്യിലാണ്. എന്നാൽ പ്രൈവറ്റ് അമ്മ നിങ്ങളാണ് അതിൻ്റെ യഥാർത്ഥ ഓണർ എന്നർത്ഥം. ഇനി കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മോഡറേറ്റ് പ്രീമിയമാണ്. ഇപ്പോൾ എൻ്റെ കേസസിൽ എനിക്ക് നോർക്ക 40,000 വരുന്നു. അതേ സമയത്ത് എനിക്ക് വരുന്നത്
പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ വരുന്നത് 25,000 കാരണം എനിക്കവിടെ NRI ഡിസ്കൗണ്ട് യൂസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് എനിക്കവിടെ പ്രീമിയം കുറച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ ആരോഗ്യ കണ്ടീഷൻസും അനുസരിച്ചിട്ട് ഒന്ന് താരതമ്യം ചെയ്തിട്ട് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വെയിറ്റിംഗ് പീരീഡ്, ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സർവീസ് കിട്ടുന്നു, വെയിറ്റിംഗ് പീരീഡ് ഇല്ല. മറ്റേ കേസിൽ പ്രൈവറ്റിൽ 30 ദിവസത്തെ സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾ ഉണ്ടെങ്കിൽ അതിന് 2 വർഷം തൊട്ട് 3 വർഷം വരെയുള്ള വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഫീച്ചേഴ്സ് വായിച്ച് നോക്കുമ്പോൾ നോർക്ക കെയർ പ്ലസിൽ ബേസിക് ഫീച്ചേഴ്സേ ഉള്ളൂ. ഇപ്പം നമുക്ക് റൂം റെൻറ്റിന് ലിമിറ്റുകളുണ്ട്, ബെനിഫിറ്റ്സുകൾ കുറവാണ്. നമ്മൾ ഓൾറെഡി ഈ കഴിഞ്ഞ 10 പോയിന്റുകളിലൂടെ അത് കണ്ടു കഴിഞ്ഞു, എന്തൊക്കെയാണ് പ്രൈവറ്റിൽ ഉള്ളത് നോർക്കയിൽ ഇല്ലാത്തത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഫീച്ചേഴ്സ് വൈസ് കുറച്ച് കുറവാണ് എന്നുള്ള അർത്ഥം. മറ്റൊരിടത്ത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്, കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് വേണ്ടത് ചൂസ് ചെയ്ത് വേണ്ടത് ഒഴിവാക്കിക്കൊണ്ട് നമുക്കതിനെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി എൻറോൾമെൻറ്റ്, എപ്പോഴൊക്കെ ഇതിൽ ചേരാൻ പറ്റും? ഇതാണ് ഗ്രൂപ്പ് പോളിസിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതായത് ഇവരൊരു വിൻഡോ ഓപ്പൺ ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ഒരു സമയമാണെന്ന് തോന്നുന്നു. ആ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്തിനുള്ള, അതായത് ഇത്ര ഡേറ്റ് മുതൽ ഇത്ര ഡേറ്റ് വരെയാണ് ഇനി ചേരാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് വെബ്സൈറ്റുകളിൽ അഡ്വർടൈസ് ചെയ്യും. അപ്പോൾ ഓൺലി ഡ്യൂറിങ് ദ വിൻഡോ പീരിയഡ്. എന്നാൽ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു വിൻഡോ പീരിയഡ് ഇല്ല. കാരണം അതിൻ്റെ ഓണർ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കും എനിക്ക് എപ്പോൾ വാങ്ങണമെന്നും എപ്പോൾ മാറ്റണമെന്നും. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങൾ ഒരു കമ്പനിയുടെ എടുത്തു, നിങ്ങൾ ആ കമ്പനിയുടെ സർവീസുമായിട്ട് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങളാണ് അതിൻ്റെ ഓണർഷിപ്പിൽ, നിങ്ങൾക്ക് ഏത് സമയം വേറൊരു കമ്പനിയിലോട്ട് പോർട്ട് ചെയ്യാം, മാറ്റിയെടുക്കാമെന്നർത്ഥം. എന്നാൽ നോർക്ക കെയർ പ്ലസ് പോളിസി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോർട്ടബിലിറ്റി ഉണ്ടാവില്ല. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ വേറെ കമ്പനിയിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റന്റ് നിങ്ങൾക്ക് അവിടെ പോയിട്ട് പുതിയ പോളിസി എടുക്കാനേ പറ്റുള്ളൂ. പുതിയ പോളിസി എടുത്തു കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് 2 വർഷം 3 വർഷമൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കമ്പനിയിൽ നിങ്ങൾ 2 വർഷം നിന്നിട്ടുണ്ട് എങ്കിൽ അടുത്തൊരു കമ്പനിയിലോട്ട് വരുമ്പോൾ ഓൾറെഡി നിങ്ങൾ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് 1 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് കാണുള്ളൂ. അതുകൊണ്ട് പോർട്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കേസ് ഗ്രൂപ്പ് പോളിസികളിൽ ഉണ്ടാവില്ല. അതായത് നോർക്ക കെയർ പ്ലസിൽ ഇല്ല എന്നർത്ഥം. എന്നാൽ പ്രൈവറ്റ് പോളിസിയിൽ അതുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണെങ്കിലും ഓൾറെഡി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അത് പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആളാണെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിൻ്റെ ആളുകൾ വന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജൻറ്റുമാർ പറയുന്നതോ അല്ല നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കാനായിട്ട് പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. കാരണം നമ്മുടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും നമുക്കൊരു നല്ലൊരു ഹോസ്പിറ്റൽ ബില്ല് വന്നു കഴിഞ്ഞാൽ തകരാവുന്നതേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ്, നല്ലൊരു കവറേജും നല്ലൊരു ഫീച്ചേഴ്സും ഉള്ളത് എടുത്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.